സൈനുദ്ദീന്റെ അഭിലാഷം പൂവണിഞ്ഞു. പൂക്കടത്തറ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ദിവസം ചെലവഴിച്ചു. പൊന്നാനി സ്വദേശി സൈനുദ്ദീന്റെ ചിരകാല അഭിലാഷം പൂവണിയുന്നു. വർഷങ്ങളോളമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൃക്കരോഗിയായ 25-കാരനായ ചെറുപ്പക്കാരനാണ് സൈനുദ്ദീൻ. ഒരു മാസം 1 ലക്ഷത്തോളം രൂപ ചികിത്സാ ചെലവ് വരുന്നുണ്ട്. ചെറുപ്പകാലത്ത് സ്കൂളിൽ പോകാനും പഠിക്കാനും കഴിയാത്തതിന്റെ വിഷമവും സങ്കടവും സൈനുദ്ദീനെ അലട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം MI B.Ed കോളേജിലെ പ്രൊഫസർ അമീൻ ഫാറൂഖ് സൈനുദ്ദീനെ സന്ദർശിച്ചപ്പോൾ അവന്റെ ആഗ്രഹം വെളിപ്പെടുത്തി. ഒരു ദിവസമെങ്കിലും എനിക്ക് യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോകണമെന്നും കുട്ടികളുമായി ഇരിക്കണമെന്നും. ആ ചിരകാല അഭിലാഷമാണ് വിദ്യാഭ്യാസ പരിശീലകൻ റംഷാദ് സൈബർ മീഡിയയുടെ നേതൃത്വത്തിൽ പൂവണിഞ്ഞത്. ദാറുൽ ഹിദായ പൂക്കടത്തറ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ മാനേജ്മെന്റും സുമനസ്സുകളായ അധ്യാപകരുമാണ് അവസരമൊരുക്കിയത്. ചിത്രരചനയിൽ അതീവ തൽപരനായ സൈനുദ്ദീൻ വിദ്യാർത്ഥികൾക്കൊപ്പം ചിത്രം വരച്ചും പാട്ടുപാടിയും സൗഹൃദം പങ്കുവച്ചും ഊർജം പകർന്നു. ഹൃദ്യമായ സ്വീകരണമാണ് അധ്യാപകരും വിദ്യാർത്ഥികളും നൽകിയത്. മധുരം പങ്കിട്ടും പഠനോപകരണങ്ങൾ കൈമാറിയും ചടങ്ങ് സ്നേഹനിർഭലമായി. പ്രിൻസിപ്പൽ ബെൻഷ ടീച്ചർ, ഹെഡ് മാസ്റ്റർ അബ്ദുൽ സലാം മാസ്റ്റർ, ക്ലാസ് ടീച്ചർ മുഹിനുദ്ദീൻ മാസ്റ്റർ, ഡെപ്യൂട്ടി HM സേദലവി മാസ്റ്റർ, BRC ട്രെയിനർ നസീമ ടീച്ചർ, ചിത്രരചനാധ്യാപകൻ മിനീഷ് P. മാത്യു, സ്റ്റാഫ് സെക്രട്ടറി അസീന PM തുടങ്ങിയവർ പങ്കെടുത്തു. ഇത് സൈനുൽ ആബിദീൻ പൊന്നാനി സ്വദേശിയാണ്. അദ്ദേഹത്തെ ഇവിടെ എത്തിക്കാനുള്ള ഒരു കാരണം പ്രിയപ്പെട്ട ഫാറൂഖ് സാർ, MI B.Ed കോളേജിലെ പ്രൊഫസറായിട്ടുള്ള ഫാറൂഖ് സാറാണ് മൊയ്ൻ സാറിനെ ബന്ധപ്പെട്ട് ഈ സ്കൂളിൽ ഞങ്ങൾ എത്തിയത്. ദാറുൽ ഹിദായ എടപ്പാൾ ഉള്ള സ്കൂളാണ്. അപ്പൊ ആ സ്കൂളിൽ എത്താനുള്ള ഒരു കാരണം ഞാൻ വഴിയെ പറയാം. ഈ സുമനസ്സുകളായിട്ടുള്ള ഇവിടുത്തെ അധ്യാപക സുഹൃത്തുക്കളുടെ ഒരു നല്ല മനസ്സുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഞാനൊരു ദിവസം വീട്ടിലേക്ക്, ഈ സൈനുൽ ആബിദിന്റെ വീട്ടിലേക്ക് ഫാറൂഖ് സാർ പോയ സമയത്ത്, എന്താണ് നിന്റെ ആഗ്രഹം, മോന്റെ ആഗ്രഹം എന്താണ്? നല്ല കഴിവുള്ള കുട്ടിയാണ്, മികവുള്ള കുട്ടിയാണ്, ചിത്രം വരക്കും, അതുപോലെ തന്നെ ഒരുപാട് കരവിത്തുകളുണ്ട്, എല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, നല്ല പോസിറ്റീവായിട്ട് എല്ലാം ചിന്തിക്കുകയും അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടിയാണ്. ചെറുപ്പത്തിൽ തന്നെ ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ആ കുട്ടിയുടെ ഒരു നല്ല മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ ഒരു നല്ലൊരു കെയർ കൊണ്ടൊക്കെ ഇപ്പോഴും എന്താ പറയുക ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ നല്ല രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു മാസം തന്നെ 1 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട് ഈ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ വീട്ടുകാര് അവരുടെ സാമ്പത്തിക പ്രയാസങ്ങളല്ല ഞങ്ങളോടൊന്നും പറഞ്ഞു. മറിച്ച് ആ കുട്ടിയുടെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളില് കുട്ടികളൊക്കെ യൂണിഫോം ഇട്ടുകൊണ്ട് ഇരിക്കണം, അവരോടൊപ്പം ഒന്ന് കൂട്ടുകൂടണം, എനിക്ക് അങ്ങനെ സുഹൃത്തുക്കളൊന്നുമില്ല എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇന്ന് നല്ലൊരു ദിവസം, പുതിയ തുടക്കമാണ്, തിങ്കളാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടീച്ചേഴ്സൊക്കെ എല്ലാവരും നല്ല തിരക്കുള്ള ഒരു സമയമാണ്. എന്നാൽ പോലും ഈ കുട്ടിയുടെ സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഈ ആൾക്ക് ശക്തി പകർന്നുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്